പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സാനിയ. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. സെൻറ്റ് മേരീസ് ഇരവിച്ചിറ ഇടവക അംഗമാണ് ഞാൻ. 2025 ജൂലൈ 8-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഉടമ്പടിയിലോട്ട് എത്തുന്നത്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു കോട്ടയം പാലായിൽ. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞു, പോയി ഉടമ്പടി എടുക്ക്, നല്ലതായിരിക്കും, അപ്പം തന്നെ എക്സാം പാസ്സാകും എന്നൊക്കെ. അപ്പം ഞാനത് കാര്യമായിട്ട് അന്ന് എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഫുൾ കോൺഫിഡൻസിൽ പോയാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ എക്സാം എഴുതിയിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫെയിലായി. അമ്മ അപ്പോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് നല്ലതായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. എക്സാം ഫെയിലായപ്പോഴത്തേക്കുമാണ് ഞാൻ അതിൻ്റെ കാര്യം ആലോചിച്ചത്. പപ്പയുടെ കൂടെ ഇരുന്ന് പപ്പ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ പല കുട്ടികളും ഉടമ്പടി എടുത്തിട്ട് എക്സാം പാസ്സായ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തീരുമാനിച്ചു ഉടമ്പടി വന്ന് എടുക്കാമെന്ന്. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അമ്മ മാതാവ് നടത്തി തരുമെന്ന്. കാരണം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. തൈലം ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് നടന്നപ്പോൾ എനിക്ക് വിശ്വാസമായി അമ്മ മാതാവ് എന്തായാലും എക്സാം എന്നെ പാസ്സാക്കി തരുമെന്ന്. അങ്ങനെ ഞാൻ പോയി എക്സാമിന് ഡേറ്റ് എടുത്തു. ഉടമ്പടി എടുത്ത് 2 പ്രാവശ്യം ഞാൻ പുതുക്കി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം പോയി ഡേറ്റ് എടുത്ത് ഞാൻ ബാംഗ്ലൂരിലാണ് എക്സാം എഴുതിയത്. എക്സാം പാസ്സായി. അങ്ങനെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് എക്സാം പാസ്സായി. അമ്മ മാതാവ് പാസ്സാക്കി തന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ ഉടമ്പടി ഇവിടെ എത്തുന്നവരെ എനിക്കൊരു വിശ്വാസവും ഇല്ലായിരുന്നു എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്നും ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് വിശ്വാസം വന്നു. രാത്രി 3 മണിക്കൊക്കെ ഇരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അപ്പയുടെ കയ്യിൽ പൈസയില്ല. എൻ്റെ അപ്പനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം അപ്പയുടെ പൈസയൊന്നുമില്ല. എനിക്ക് ഒത്തിരി എക്സാം എഴുതാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും എക്സാം ഉടനെ തന്നെ പാസ്സാക്കി എന്നെ ജർമ്മനിക്ക് അയക്കണം. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ അപ്പനെ സഹായിക്കണം. അങ്ങനെ ജർമ്മനിൽ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് എത്തിച്ചേർന്നാൽ മതി, ഈ വർഷം തന്നെ എനിക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ നീലത്തിരിയിൽ ഞാൻ കത്തി ജ്വലിക്കുന്നൊരു ഹൃദയത്തിൻ്റെ രൂപം കണ്ടു. മാതാവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം പോലെ എനിക്കത് തോന്നി. അത് ഞാൻ അപ്പോഴേ തന്നെ ഫോട്ടോ എടുത്ത് അമ്മേനെയൊക്കെ കാണിച്ചു. എനിക്കതൊരു വലിയൊരു സിഗ്നലായിട്ട് തോന്നി, അമ്മ മാതാവിനെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. എങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്കാണ് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുമായിരുന്നു. ഒരു മാർഗ്ഗവും ഇല്ല ടിക്കറ്റ് എടുക്കാൻ. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആരും ഇല്ല ഞങ്ങളെ സഹായിക്കാൻ ഒക്കെ ആണെങ്കിലും. അപ്പോൾ ഞാൻ ടിക്കറ്റ് പോയി ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് കൂടി നിൽക്കുന്ന സമയമായിരുന്നു ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു മാർഗ്ഗവും എനിക്ക് നടക്കുകയില്ല, ഉടനെ എനിക്ക് പോകാൻ നടക്കുകയില്ലെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ടിക്കറ്റ് 38,000 രൂപയ്ക്ക് തന്നെ എടുക്കാൻ പറ്റും, അത് മെയ് 9-ാം തീയതി പറ്റും, ബ്ലോക്ക് ചെയ്തിടാം. ആ സമയത്ത് എനിക്ക് പൈസ കൊടുക്കാൻ ഇല്ലായിരുന്നു അത്രയും പൈസ. പക്ഷെ അവർ പറഞ്ഞു ബ്ലോക്ക് ചെയ്തിടാം, അടുത്ത ദിവസം വന്ന് എടുക്കാൻ പറ്റുമോ നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പപ്പയോട് വീട്ടിൽ വന്ന് പറയുന്നത്. പപ്പയാണെങ്കിൽ ആപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു. എങ്ങനെ പൈസ ഉണ്ടാക്കും, ഇപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ലല്ലോ, ആരോടും ചോദിച്ചിട്ടും തരുന്നില്ല, ആരും സഹായിക്കാനില്ല, എന്നാ ചെയ്യുമോ, ആ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര പൈസ കൂടും, ഒരു മാർഗ്ഗവും ഇല്ലയെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു കസിൻ, പപ്പയുടെ അനിയൻ സഹായിക്കാമെന്ന് പറയുന്നത്. പപ്പ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ പപ്പയോട് പറഞ്ഞു, അമ്മ മാതാവ് ഉണ്ടല്ലോ, എനിക്ക് എക്സാം പാസ്സാക്കി ഇത്രയൊക്കെ നടത്തി തന്നില്ലേ, അമ്മ മാതാവ് എന്തായാലും നമ്മളെ കൈവിടത്തില്ല എന്നൊക്കെ ഞാൻ പപ്പയോട് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ ആ ഒരു ബന്ധു കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ചേട്ടായി പറഞ്ഞു നിങ്ങൾ പോയി ടിക്കറ്റ് എടുത്തോ, പൈസ ചേട്ടായി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും
നടത്തി തന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ അന്ന് തന്നെ പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റി ആ റേറ്റിന് തന്നെ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒട്ടും പറ്റത്തില്ലാതെ നിൽക്കുന്നൊരു സമയത്താണെങ്കിൽ പോലും എവിടെ നിന്നാണെന്നറിയത്തില്ല അമ്മ മാതാവ് എവിടെ നിന്നൊക്കെയോ ആരുടെയൊക്കെയോ അമ്മ മാതാവ് അയക്കുന്നതാണ്, ഓരോരുത്തരെ അയക്കുന്നതാണ്, ഞങ്ങൾക്ക് വേണ്ടി അയക്കുന്നതാണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. എന്തായാലും അമ്മേനെ വിശ്വസിച്ചാൽ മതി, ഉറപ്പായിട്ടും അമ്മ എന്തായാലും അത് നമുക്ക് നടത്തി തരും അതെനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഇതിനു മുന്നേ എന്നും ബൈബിളൊന്നും വായിക്കത്തില്ലായിരുന്നു, പ്രാർത്ഥിക്കാൻ പള്ളിയിലൊന്നും എല്ലാ ഞായറാഴ്ചയൊന്നും പോകത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കാതെ ഞാൻ കിടക്കാറില്ല. എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടേ കിടക്കത്തുള്ളൂ. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും, കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാർക്കും, പിന്നെ കൂടുതലായിട്ടും ആശുപത്രികളിലൊക്കെ ഉള്ളവരൊക്കെ പോയിട്ടാണ് കൊടുക്കാറ്. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്കും പിന്നെ എനിക്ക് പറ്റാവുന്ന എല്ലാവർക്കും ഞാൻ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും അമ്മയും കൂടി ചേർന്ന് ആശുപത്രിയിലോട്ടും അടുത്തുള്ള പള്ളിയുടെ അടുത്തുള്ള സ്നേഹാലയത്തിലോട്ടുമൊക്കെ ചോറും പൊതിയെല്ലാം കെട്ടി കൊടുത്ത് അങ്ങനെ കുറേ സഹായിച്ചു. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടം വരെ എത്തിച്ച് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഈ ശനിയാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നിർത്തില്ല. ഞാൻ ഇനിയും മുമ്പോട്ട് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും എന്ന് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എസെക്കിയേൽ 36:26-27 തിരുവചനങ്ങൾ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധ ഉള്ളവരുമാക്കും. സനിയമോൾ സജി എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ ജർമ്മൻ ഭാഷാ പഠന പരീക്ഷകൾ വിജയിച്ചതും ജർമ്മൻ പ്രോസസ്സ് പൂർത്തീകരിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും അമ്മ മാതാവ് ഒരുക്കിക്കൊടുത്തതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, ആദ്യം തൻ്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടിയോട് അത്ര മമതയില്ലാതെ അത് എടുക്കണമെന്ന് അമ്മ പറഞ്ഞിട്ട് പോലും അതിനോട് വകവയ്ക്കാതെ പരീക്ഷ എഴുതി പരാജയപ്പെട്ടത്. നമുക്ക് ഉടമ്പടി നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാൻ ഈ നാളുകളിൽ ദൈവമൊരുക്കിയ ഒരു പദ്ധതിയാണ്. മരിയൻ ഉടമ്പടി ഈ കാലഘട്ടത്തിൽ ലോകത്തിന് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം കൈമാറിയ ഒരു സമ്മാനമാണ്. മരിയൻ ഉടമ്പടിയിലൂടെ നമ്മുടെ തന്നെ ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാനും ഭൗതിക ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാനും അതിനുള്ള അലക്ഷ്യമായ രീതികളെ പൂർണ്ണമായി നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുവാനും അങ്ങനെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ജീവിതത്തെ കൂടുതൽ ഉൾക്കാമ്പുള്ളതാക്കുവാൻ വേണ്ടി ഈ നാളുകളിൽ നൽകിയ ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഇതെന്തെങ്കിലും പുതിയ കാര്യമല്ല, ഇതെന്തെങ്കിലും ഭാരപ്പെട്ടതല്ല. ഇത് നമ്മുടെ ആത്മശരീരങ്ങളെ ദൈവഹിതപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സമർപ്പിക്കുവാൻ, ജീവിക്കുവാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ, നമ്മുടെ ജീവിതാവസ്ഥയിൽ നിലനിൽക്കുവാൻ, മറ്റുള്ളവരോട് ദൈവസ്നേഹത്തോടുകൂടി ഇടപഴകുവാൻ നമുക്ക് ഈ നാളുകളിൽ നൽകിയിരിക്കുന്ന വലിയൊരു ദൈവിക സമ്മാനമാണെന്ന്. അങ്ങനെ ഒരു സമ്മാനമായി ഉടമ്പടിയെ കണ്ടുകൊണ്ട് അതിനെ സ്വാംശീകരിക്കുകയും ജീവിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശിലാഹൃദയങ്ങൾ മാറുന്നുണ്ട്, ദൈവത്തിന് നമ്മൾ പ്രഥമ സ്ഥാനം നൽകുന്നുണ്ട്, നമ്മുടെ രീതികളിൽ കുറേ കൂടി അലിവുള്ളവരായി നമ്മൾ മാറുന്നുണ്ട്,
നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവം ഒരുക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ എളിമപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉടമ്പടി നമ്മളിൽ തന്നെ ഒരു റീവർക്ക് കൃത്യമായി നമ്മുടെ മനോഭാവങ്ങളിലും ജീവിത രീതികളിലും കൊണ്ടുവരികയാണ്. മകൾ, അതാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയ പരീക്ഷ, അമ്മ മാതാവ് വളരെ ദാരിദ്ര്യമുള്ള കുടുംബമായതുകൊണ്ട്, വീട്ടിൽ മുടക്കുവാൻ പണമൊന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ സാഹചര്യം അറിയുന്ന അമ്മ ആദ്യത്തെ തവണ തന്നെ എനിക്കത് വിജയമാക്കി തന്നുവെന്ന. വീണ്ടും വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സ് ഓരോ കാര്യവും ക്രമീകരിച്ചു. അവസാനം കുട്ടികൾ സാധാരണ 80,000-80,000 1,00,000 ഒക്കെ കൊടുത്താണ് ജർമ്മനിയിലേക്ക് ഏറ്റവും പീക്ക് സീസണിൽ ടിക്കറ്റ് എടുത്ത് പോകുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്ക് അമ്മ മാതാവും മകൾക്കത് ഓഫർ ചെയ്ത് കൊടുത്തു, 38,000. വളരെ അപൂർവമായിട്ടാണ് അവിടെ ഇൻടേക്ക് നടക്കുന്ന സമയത്ത് ഈ നിരക്കിൽ ടിക്കറ്റ് കിട്ടുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, അതെടുക്കുവാൻ പോലും നിർവാഹമില്ലാത്തപ്പോൾ അമ്മ തന്നെ ഒരു മനുഷ്യനെ പ്രചോദിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തോട് ചേർത്ത് നിർത്തി സഹായിക്കുവാൻ ഒരു ദൂതനെ പോലെ വഴിയൊരുക്കി കാര്യങ്ങൾ പരിപൂർണമായും നിർവഹിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മൾ എങ്ങനെ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മയിൽ എങ്ങനെ നമ്മൾ ആശ്രയിക്കുന്നു, അമ്മ കൂടെ നിന്ന് ഈശോയുടെ ശക്തമായ പ്രവൃത്തികൾ എനിക്ക് നേടിത്തരുമെന്ന് നമ്മൾ എത്രത്തോളം വിശ്വസിക്കുന്നു, അതിന് നൽകുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് ദൈവശരണത്തിൻ്റെ പുതിയ ആത്മാവുള്ള ദൈവസ്നേഹത്തോടുകൂടി ഓരോരുത്തരോടും ഇടപഴകുന്ന ഒരു ജീവിതമാണ്. നാം അതിന് തയ്യാറാണെങ്കിൽ ദൈവം അവൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതത്തെ കൂടെ നിന്ന് ഉയർത്തുവാൻ തയ്യാറാണ്. അതാണ് ഓരോ സാക്ഷ്യവും പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.